ലബനനിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ കരസേന ആക്രമണം തുടങ്ങിയതോടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നുള്ള വാർത്തകളും വന്നു തുടങ്ങി. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നു. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോയിഡ് ഓസ്റ്റിൻ പറയുന്നത് ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ ഇറാൻ നേരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന് ഇപ്പോൾ നടത്തുന്ന ആക്രമണം നടത്താനുള്ള അവകാശമുണ്ട്. സ്വയം പ്രതിരോധിക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. വീണ്ടും ഒരു ഒക്ടോബർ 7 ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കം. അതിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇറാൻ ഇതിൽ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഇറാന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ തന്നെയാണ് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ അവരുടെ പ്രോക്സി സംഘടനകളെ വെച്ച് നടത്തുന്ന ഈ ഭീകരവാദം അവസാനിപ്പിക്കണം. ഇറാൻ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. ഇറാൻ്റെ ഓരോ ഇഞ്ച് മണ്ണും ഞങ്ങൾക്ക് എത്തപ്പെടാൻ വളരെ എളുപ്പമുള്ള ഇടമാണെന്ന് ഓർക്കണമെന്ന് കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അമേരിക്കയുടെ മുന്നറിയിപ്പും എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.